ഹായ് ഹലോ ഗായ്സ്, നമുക്കിന്ന് പെട്ടെന്ന് റെഡിയായിട്ട് ഒരു പാതിര കുർബാനയ്ക്ക് പോവാം. അപ്പോൾ ക്രിസ്മസ് ഈവാണ്. നമ്മൾ മുട്ടത്ത് പള്ളിയിലാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ഇടവക അവിടെയാണ്. അപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് ഞാൻ റെഡിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു സന്തോഷം സ്ലീവ്ലെസ് കൂടെയാണ് ഇടുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ സ്ലീവ്ലെസ് ഇടുന്നത്. അപ്പോൾ ഞാൻ പള്ളിയിലെത്തിയിട്ടുണ്ട്. പള്ളിയിൽ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇതിനേക്കാളും ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ലൈറ്റ് ഇല്ല, പക്ഷേ നല്ല വലിയ ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ പള്ളിയിൽ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. പയ്യെ ആളുകളൊക്കെ വന്ന് തുടങ്ങി. പള്ളി ഏകദേശം നിറഞ്ഞു, ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. പള്ളിയുടെ അകത്തും പുറത്തും അത്യാവശ്യം നല്ല ക്രൗഡഡായിരുന്നു. പാതിര കുർബാനയല്ലേ. അപ്പൂസിതാ പതിവ് പോലെ കുർബാന തുടങ്ങുന്നതിന് മുന്നേ പയ്യെ ഉറക്കത്തിൻ്റെ ഇതിലേക്ക് പോകുന്നു. അങ്ങനെ പിറവി കഴിഞ്ഞു. നമ്മുടെ അച്ഛൻ ഉണ്ണീശോനെ ഉയർത്തിക്കൊണ്ടിട്ട് എല്ലാ പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള പ്രദക്ഷിണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് അവിടുത്തെ പുൽക്കൂട്. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പള്ളിയിൽ കുർബാന ഏകദേശം തീരാനായി. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂസിൻ്റെ കാര്യം കാണിച്ചു തരാം കേട്ടോ. എപ്പോൾ പള്ളിയിൽ കുർബാന നടന്നാലും അപ്പൂസിൻ്റെ മെയിൻ പരിപാടി ഉറക്കമാണ്. ഇത്തവണയും പതിവ് ആൾ തെറ്റിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. കുർബാന തുടങ്ങിയത് മുതൽ അവസാനം വരെയും അപ്പൂസ് ഉറക്കം തന്നെയായിരുന്നു മെയിനായിട്ടും. പള്ളിയിലെ കൊയർ ഗ്രൂപ്പ് പാടിയൊരു പാട്ടാണ്. എന്ത് ഭംഗിയായിട്ടാണ് പാടുന്നതെന്നറിയോ. അതുകൊണ്ട് ഞാൻ കുറേ ഇരുന്നത് റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ല ഗംഭീര പരിപാടിയായിരുന്നു. പള്ളിയിലത്തെ എല്ലാ കുർബാനയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ പല മത്സരങ്ങളുടെ പ്രൈസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ 25 ദിവസം മുടങ്ങാതെ പള്ളിയിൽ വന്ന കുട്ടികൾക്കും ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് അതൊരു പ്രചോദനമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ലോഗോസ് ക്വിസിൻ്റെ മത്സരാർത്ഥികൾക്കുള്ള പ്രൈസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കരോൾ ഗാന മത്സരമായിരുന്നേ. ഇത് നേരത്തെ ഒരു റൗണ്ട് കഴിഞ്ഞതാണ്. ഇതിപ്പോൾ 6 ടീമുകൾ ലാസ്റ്റ് റൗണ്ട്, ഫൈനൽ റൗണ്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് കരോൾ ഗാന മത്സരവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഗെയിമല്ല, ഒരു ചെറിയൊരു കൂപ്പൺ വെച്ചിട്ട് ഇങ്ങനെ നറുക്കെടുപ്പ് പോലെയുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. 10 രൂപയുടെ കൂപ്പണായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ഒപ്പം കരോൾ ഗാനം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ണചേട്ടൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർക്കായിരുന്നു കരോൾ ഗാനത്തിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. വിന്നേഴ്സായത് ഇവരാണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ഈവും അതുപോലെ തന്നെ നമ്മുടെ പാതിര കുർബാനയും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിലെ പലവിധ പരിപാടികളും. ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിലെ പരിപാടികൾക്ക് ഇരിക്കുന്നത്. സാധാരണ കുർബാന കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോരുകയാണ് പതിവ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. എന്തായാലും അടിപൊളിയായി പാതിര കുർബാനയും അവിടുത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ.